ഒന്ന് ആദ്യം മൈത്രൻ സാർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വലിയൊരു കോപ്പല്ല. നിങ്ങൾ കുറെ നേരമായി ഹാഷ്മിയോട് അഹങ്കാരം പറയുന്നത് കണ്ടു. ഇതൊന്നും കേട്ട് ഞാൻ പേടിക്കില്ല. ബഹുമാനമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് മാത്രമാണ് ലോകത്തിൽ അറിവെന്നൊന്നും ധരിക്കരുത്. അതാണ് പ്രശ്നം. അതല്ല പ്രശ്നം. പല ചർച്ചകളായി ഞാൻ കാണുന്നുണ്ട്. സാറിന് മാത്രമാണ് അറിവ്, ബാക്കിയുള്ളവർക്ക് അറിവില്ലെന്നൊക്കെ പറയുന്നത് ഒരുതരം ചീപ്പ് അഹങ്കാരമാണ്. അതെനിക്കിഷ്ടമില്ല. ബാക്കിയുള്ള ആൾക്കാർക്ക് അറിവേ ഇല്ല, ഞാൻ മാത്രമാണ് അറിവുള്ളവൻ എന്ന് പറയുന്നതിന് എന്തർത്ഥമാണ്? അപ്പൊ ഞാൻ പൊട്ടനാ? അറിവുള്ള ഒരാൾക്ക് അഹങ്കാരം ഉണ്ടാവില്ല. ഈ പറയുന്ന മൂല്യങ്ങളൊന്നും തന്നെ എന്നെ സംബന്ധിച്ചോളം ഒരു മീനിങ് ഇല്ലാത്തതാണ്. ലോകത്തിനെ മനസ്സിലാക്കാൻ ഉപയോഗിക്കേണ്ട ആധുനികമായ ലോകവീക്ഷണങ്ങളുണ്ട്. ആ ലോകവീക്ഷണങ്ങൾ അറിയുന്ന ആൾക്കാരുമായിട്ടാണ് ഡിബേറ്റ്. ഇവർ നല്ല ബുദ്ധിയായിരുന്നു സാറേ. ഈയിടെയായിട്ട് എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല. ഒരു പിയർ റിവ്യൂഡ് റിസർച്ച് പറയൂ സാർ, ഒരു പിയർ റിവ്യൂഡ് റിസർച്ച് പറയൂ. അങ്ങയുടെ ഫിലോസഫി അല്ലാതെ ഡേറ്റ ബാക്ക്ഡ് ആയിട്ട് ഒരു റിസർച്ച് പറയൂ. അത് ഉത്തരം പറ. ഞാൻ അങ്ങനെ 10 റിസർച്ച് എടുത്തിട്ടുണ്ട്. ഹാർവാർഡ്, സ്റ്റാൻഫോർഡ്, ഓക്സ്ഫോർഡ് അടക്കമുള്ള 10 റിസർച്ച്. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ച? അങ്ങയുടെ നിലപാടുകൾ സ്ഥാപിക്കാൻ ഒരു റിസർച്ച് പറയൂ. എനിക്ക് ഈ മേഖലയിലകത്ത് ഒരാളുടെയും പ്രമാണം ആവശ്യമില്ല. അവന്റെ ആത്മവിശ്വാസം തർക്കമില്ല. കറക്റ്റ്. അതായത് റിസർച്ച് ആവശ്യമില്ല. ഞാൻ എന്റേതായ ഡയലോഗുകൾ ഉണ്ടാക്കും. താങ്കളാണ് വിശ്വാസി, താങ്കൾ അന്ധവിശ്വാസിയാണ്. ഡോഗ്മയിൽ പിടിച്ചിരിക്കുന്ന അന്ധവിശ്വാസിയാണ്. ഓവർ സ്മാർട്ട് ആവുന്നത് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഇത്രയ്ക്ക് ഓവർ ആകരുത്. ലെജിറ്റിമേഷന് വേണ്ടി അവിടുന്ന് ഇവിടുന്നും സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്ന് സംസാരിക്കുന്ന ഒന്നുമല്ല ഡിബേറ്റ്.